ഞാനിപ്പം പറയാൻ പോകുന്നത് ഒരു ബുക്ക്. ഇത് മാന്ത്രികമാണ്. ഇതിന്റെ ഒറിജിനൽ ഇംഗ്ലീഷിലുള്ളത് മാജിക്കാണ്. ഇത് അതിന്റെ മലയാളം തർജ്ജിമയാണ്. ഇതിനകത്തെ ഒരു പോർഷൻ ഞാനിപ്പോൾ വായിച്ചിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യും. ഈ ബുക്ക് നിങ്ങളുടെ കയ്യിലൊക്കെ ഉള്ള ബുക്കായിരിക്കാം. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഒരു വ്യക്തി അയാൾ ശ്വസിക്കുന്ന വായുവിനോട് അങ്ങേയറ്റം കൃതജ്ഞനാലുവായി കഴിഞ്ഞാൽ അവരുടെ കൃതജ്ഞത ശക്തിയുടെ പുതിയ തലത്തിൽ എത്തുമെന്ന് പൗരാണിക പഠനങ്ങൾ പറയുന്നു. അങ്ങനെ അവർ ജീവിതത്തിന്റെ എല്ലാ ഭാഗവും പരിശ്രമമില്ലാതെ സ്വർണമാക്കി മാറ്റാൻ കഴിവുള്ള യഥാർത്ഥ ആൽക്കമിസ്റ്റായി തീരുന്നു. ഇത് ഈ ബുക്കിന്റെ അവസാനമാണ്. 227 പേജിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് ഒരാള് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ, നന്ദി പല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണ് അത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എല്ലാ ദിവസവും ഒരു 2-3 പേജ് വായിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അപ്പം ഇതൊരു വികാരമാണ്, ഫീലിംഗ് ആണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഒരു സമയത്ത് ഒരു വികാരമേ പറ്റുള്ളൂ മനുഷ്യന്. ഇപ്പൊ ഞാൻ ചിരിക്കുകയും ദേഷ്യപ്പെടുകയും ഒന്നിച്ചു പറ്റത്തില്ല. അപ്പൊ ഇത് നിങ്ങളുടെ ഒരു മെയിൻ വികാരമായി, ഡൊമിനന്റ് വികാരമായി മാറിയാൽ ഗ്രാറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അതാണ് ഈ ബുക്കിനകത്ത് പറയുന്ന കാര്യങ്ങൾ. അത് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് വായിക്കുക, മനസ്സിലാക്കുക, പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. അങ്ങനെ ഒരു വ്യക്തി അയാൾ ശ്വസിക്കുന്ന വായുവിനോട് നന്ദിയുള്ള ആളായി മാറുമ്പോൾ അയാളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നടക്കുന്നത് പരിശ്രമമില്ലാതെ നടന്നു തുടങ്ങും. എഫർട്ട്ലെസ് ആയി മാറും. അത് ആ പവർ ആയി കഴിയുമ്പോഴാണ്. ഇപ്പൊ നമ്മള് ജിമ്മിൽ ചെന്ന് നമ്മൾ വെയിറ്റ് ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മളുടെ മസിലിനാണ് പവർ ആകുന്നത്. നമ്മൾ ഫിസിക്കൽ ബോഡി അങ്ങ് സ്ട്രെങ്ത് ആയി വരിക. അത് നമുക്ക് മനസ്സിലാവും. നമുക്കത് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ ആദ്യം എടുത്തുകൊണ്ടിരുന്ന വെയിറ്റിനേക്കാളും കൂടുതൽ നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് കപ്പാസിറ്റി കൂടും. അങ്ങനെ അത് ഫിസിക്കൽ സ്ട്രെങ്ത് ആണ്. ഇത് മെന്റൽ സ്ട്രെങ്ത് ആണ്. ഇതും ശക്തിയാണ്. ഇതിനകത്ത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ശക്തി മനുഷ്യനെ സംബന്ധിച്ചോളം, ആ ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ള ആൾക്ക് മൈൻഡിന് സ്ട്രെങ്ത് ഇല്ലാത്തവര് എപ്പോഴും വീക്ക് ആയിരിക്കും. അവർക്ക് ആ ഫിസിക്കൽ സ്ട്രെങ്തിനെയും ബാധിക്കും. അത് രണ്ടും കൂടെ ഒന്നിച്ചു ബിൽഡ് ചെയ്യണം വേണ്ടത്. നമ്മൾ ഈ ഫിസിക്കലായിട്ടുള്ളത് നമുക്ക് കാണാം, വേറെ കണ്ടാൽ മനസ്സിലാവും. ഇത് കണ്ടാൽ മനസ്സിലാകത്തില്ല. ഇൻവിസിബിൾ ആണ്, പക്ഷെ റിയാലിറ്റി ആണ്. അപ്പൊ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളായി മാറാൻ സാധിക്കും. പക്ഷെ എല്ലാവർക്കും മടിയാണ് വായിക്കാനായിട്ട്. കുറച്ച് മടി വരും. അതൊരു പ്രാക്ടീസ് ചെയ്ത് ഒരു ഹാബിറ്റാക്കി മാറ്റണം, ഒരു ശീലമാക്കി മാറ്റണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ കയ്യിൽ ഈ ബുക്ക് കാണും, പക്ഷെ ഒരിക്കൽ വായിച്ചു അവിടെ മാറ്റി വെച്ചു. ഇത് അങ്ങനെയല്ല. ഇത് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാനേ ഉള്ളൂ. മടി ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും ഉണ്ട്. ആ മടിയെ മാറ്റി വെക്കുക. കാര്യം നമ്മളിപ്പോ ജിമ്മിൽ പോകുമ്പം അല്ലെങ്കിൽ ഒരു എക്സസൈസ് ചെയ്യുന്ന സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ, യോഗയാണ് ചെയ്യുന്നതെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്യണമല്ലോ. അപ്പോഴാണല്ലോ അതിന് റിസൾട്ട് ഉണ്ടാകുന്നത്. വല്ലപ്പോഴും ഒന്നും പോയിട്ട് കാര്യമില്ലല്ലോ. സ്ഥിരമായിട്ട് പോകുമ്പം അതിന് മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഇതും അത് തന്നെ സംഭവം. സ്ഥിരമായിട്ട് ചെയ്യണം. അപ്പൊ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ശക്തി കൂടുന്നു, മനസ്സിന്റെ ശക്തി കൂടി വരും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് പവർ, ശക്തിയാണ്. മെന്റൽ സ്ട്രെങ്ത് ആണ് കൂടുന്നത്. അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടിയതാ മനുഷ്യൻ. ഫിസിക്കൽ സ്ട്രെങ്തും വേണം നമുക്ക്, മെന്റൽ സ്ട്രെങ്തും വേണം. രണ്ടും രണ്ട് തലമാണ്, പക്ഷെ രണ്ടും നമുക്ക് വേണം. ഒന്ന് വിസിബിളും ഒന്ന് ഇൻവിസിബിളും ആണ്. ഇൻവിസിബിൾ ആയതുകൊണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റുകയില്ല.